ഇതിൽ എയർ കൂൾഡ് അല്ലേ വരിക? എയർ കൂൾഡാണ്. എയർ കൂൾഡാണ്. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നത് LED ആണ്. LED. അതുപോലെ എഞ്ചിൻ കേസ് വരുന്നത് ബ്ലാക്ക് കളറാണ്. ഓക്കെ. അടുത്ത മോഡൽ മെറ്റിയോർ ആണ്. മെറ്റിയോർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ളത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേരിയൻസ് ഉള്ള വണ്ടിയാണ്. വേരിയൻസ് ഏറ്റവും കൂടുതൽ വരുന്ന വാഹനമാണ്. ഇതിപ്പോൾ ഏതാ വേരിയന്റ് വരുന്നത്? ഇത് ഫയറബിൾ ബ്ലാക്ക് ആണ്. ഓക്കെ. 2 ഡബിൾ ഡിസ്ക് ആണ് വരിക. പിന്നെ വീൽസ് അലോയ് ആണ്. ഓക്കെ, അലോയ് വീൽസ് ആണ് വരിക. ഇതിനെത്ര സ്റ്റാർട്ടിങ് ഓൺ റോഡ്? ഇപ്പൊ മഴക്കാലല്ലേ മൊത്തത്തിൽ? അതെ. അപ്പോൾ എന്താണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ 2 വീലറായാലും അതുപോലെ 4 വീലറായാലും നമുക്ക് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് 2 വീലറിൽ മേജറായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന് വണ്ടിയുടെ ഡ്രൈവ് ചെയ്യാൻ, കാരണം നമ്മളൊരു ഫുൾ ഫേസ് ഇട്ടിട്ട് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹെൽമെറ്റ് പിന്നെ ഊരി കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് എത്രത്തോളം സ്ക്രാച്ചസ് അതിന്റെ മുകളിൽ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വരേണ്ട ഒരു സ്ക്രാച്ചസ് ആയിരിക്കും. ഇപ്പോൾ ഓപ്പൺ ഫേസ് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ എന്നാലും നമുക്ക് കൂടുതൽ സെല്ലിംഗ് ഉള്ളത് ഓപ്പൺ ഫേസ് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ചെറിയ റൈഡ് കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൂടുതൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ശബ്ദമായിട്ട് ഓടിക്കാൻ ഓപ്പൺ ഫേസ് ആണ് കുറച്ചും കൂടി ബെറ്റർ ആവുക. നമുക്ക് കുറേ കളക്ഷൻസ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഹെൽമെറ്റിനൊക്കെ വരുന്നൊരു ഓക്കെ. നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. 5 കളേഴ്സ് ടോട്ടലി അവൈലബിൾ ആണ് ഇതിലല്ല. ഓക്കെ. ഇത് നമുക്ക് കാസാ ബ്രൗൺ എന്ന് പറഞ്ഞ കളറാണ്. കാസാ ബ്രൗൺ അത്യാവശ്യം റണ്ണിങ് കളർ കളറാണ്. ഓക്കെ. പക്ഷേ ഈ ഒരു ലുക്ക് എന്ന് വെച്ചാൽ ഇതൊരു ആട്ടാർ ലുക്കാണ്. പഴയ വണ്ടിയിനെക്കാട്ട് കുറച്ച് വലുപ്പം തോന്നിക്കുന്ന വണ്ടിയാണ്. സ്ക്രാമിലേക്ക് അത് എടുത്തിട്ടു ഇതൊരു വെറൈറ്റി ലുക്കിൽ ഇറക്കി. വെറും 149 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റോയൽ എൻഫീൽഡ് ബൈക്ക് സ്വന്തമാക്കാം. നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ മാസ് വീൽസ് എടപ്പാൾ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽ എല്ലാ മോഡൽസും ഇപ്പോഴത്തെ പുതിയ പ്രൈസും അതേപോലത്തെ ഓഫേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. സ്വാഗതം ചെയ്യാം. എന്താ ബ്രോ പേര്? വിഘ്നേഷ്. സ്വാഗതം. ഓക്കെ. ഈ ഷോറൂം നിങ്ങളുടെ മാസ് വീൽസിന്റെ എത്ര നാളെ ഈ ഒരു നമ്മളിപ്പോൾ ഈ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 6 വർഷമായി. 6 വർഷത്തോളമായി. നമ്മുടെ ഇവരുടെ മുന്നേ കണ്ണൂർ തളിപ്പറമ്പുള്ളൊരു ഷോറൂം കാണിച്ചിട്ടുണ്ട്. ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ വേറെ എവിടെ ഉള്ളത്? മലപ്പുറം ഞങ്ങൾ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. വളാഞ്ചേരി വരുന്നുണ്ട്, വന്നേരി വരുന്നുണ്ട്. വന്നേരി, വളാഞ്ചേരി, എടപ്പാൾ 3 സ്ഥലത്താണ് മലപ്പുറം ജില്ല. മെയിൻ ബ്രാഞ്ച് എടപ്പാളാണ്. കണ്ണൂർ 2 ഉണ്ടല്ലോ. കണ്ണൂർ 2 മാസ് വീൽസ് അതാണ് ഷോറൂം. ഇത് എടപ്പാളാണ് ലൊക്കേഷൻ. എടപ്പാൾ കോഴിക്കോട് ഹൈവേ തന്നെ അല്ല? എടപ്പാൾ സെന്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ അണ്ണക്കമ്പാടെന്ന് പറയും, കോഴിക്കോട് ഹൈവേയിൽ. ഓക്കെ. 149 രൂപയ്ക്ക് നമ്മൾ പറഞ്ഞു. അതെ. ഓക്കെ. അത് ഡെയിലി വെച്ചിട്ട് മാസത്തിൽ ആ ഒരു സ്കീമാണ് അല്ലേ? ഓക്കെ. ഡെയിലി നിങ്ങൾ 149 മാറ്റി വെക്കുകയാണ്. മാസം ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് സ്വന്തം 100 നമുക്ക് ഇറങ്ങാം. 100 ആണ്. ഓക്കെ. 100 പുതിയ 100 വന്നിട്ടുണ്ട് അല്ലേ? പുതിയ 100 അതിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മോഡൽസിൻ്റെയും നമുക്ക് ടോട്ടലായിട്ട് ബഡ്ജറ്റ് ചെയ്യുമ്പോൾ RS അങ്ങനത്തെ കുറച്ച് പോളിസീസ് എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ 100-ൽ തുടങ്ങാം. 149 രൂപ നിങ്ങൾ ഡെയിലി മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. അപ്പോൾ 100-ൻ്റെ ഏറ്റവും പുതിയ മോഡലാണിത്. പഴയതൊന്നും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അതിൽ കുറച്ച് ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടും കൂടി ഒരു ഫ്രെയിമിൽ വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് പുതിയതിൻ്റെ കാര്യത്തിലേക്ക് വരാം. പുതിയതിൽ ഇപ്പോൾ എന്താ മാറ്റം വന്നത്? മെയിനായിട്ട് മാറ്റം വരാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മെയിനായിട്ട് ഹെഡ്ലൈറ്റിലാണ്. അതായത് ഇത് ഹാലോജൻ ആയിരുന്നു. ഓക്കെ. ഇതിലേക്ക് നമുക്ക് LED ആയിട്ട് മാറിയിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നമുക്കൊരു ട്രിപ്പർ നാവിഗേഷൻ സിസ്റ്റം വന്നിട്ടുണ്ട് വണ്ടിയിൽ. അത് പഴയ മോഡലിലില്ല. ഓക്കെ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. 10 മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഓഫ് റോഡൊക്കെ എടുത്ത് പോകാൻ. അതെ. പിന്നെ സസ്പെൻഷൻ ഒന്നുകൂടി ബെറ്റർ ആണ്. മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇത്രയും മാറ്റങ്ങൾ പുതിയ വന്ന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അതിലിപ്പോൾ അഡീഷണൽ ചെയ്തേക്കെന്ന് വെച്ചാൽ വൈസർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ക്രാഷ് കാർഡ് ഉണ്ട്, പിന്നെ ഒരു സം ഗാർഡ്, എഞ്ചിൻ ഗാർഡ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു വൈസർ കയറ്റിയിട്ടുണ്ട്, ബാക്ക് റെസ്റ്റും വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇതാണ് നോർമലി കസ്റ്റമേഴ്സ് ചെയ്യാറുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് വരുന്നത് അല്ലേ? ഓക്കെ. ഇതിനിപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് ഓൺ റോഡ്? ഇപ്പോൾ നമുക്കൊരു 2,28,000 നമുക്ക് 2,28,000 രൂപയ്ക്ക് നമുക്ക് വിത്ത് RS വണ്ടി ഇറക്കാൻ പറ്റും. റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ വണ്ടി എവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അവർ പിക്ക് ചെയ്തിട്ട് അടുത്തുള്ള ഷോറൂമിലേക്ക് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു പോളിസി നമുക്ക് കൂടിയിട്ടുള്ള എമൗണ്ട് ആണ് പറഞ്ഞത് 2,28,000 എന്നുള്ളത്. വാറണ്ടിയിൽ ഏതൊക്കെ പാർട്സ് നമുക്ക് മാറാൻ പറ്റും? നമുക്ക് എന്താ വെച്ചാൽ അതായത് ഫ്രിക്ഷനുള്ള പാർട്സ്, തേയ്മാനം സംഭവിക്കുന്ന പാർട്സ് നമുക്ക് വാറണ്ടി കിട്ടില്ല. ലൈക്ക് നമ്മുടെ ഇപ്പോൾ ചെയിൻ സ്പോക്കറ്റ്, പിന്നെ എഞ്ചിനുള്ള മെറ്റൽ പാർട്സ്, അതുപോലെ ബ്രേക്ക് പാഡ് കാര്യങ്ങൾ അതിനൊന്നും കിട്ടില്ല. കാരണം തേയ്മാനം സംഭവിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് എല്ലാ പാർട്സിനും മീറ്ററിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ അതിനൊക്കെ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. എല്ലാത്തിനും കിട്ടും. എല്ലാം മാറ്റി കിട്ടും അല്ലേ വാറണ്ടിയിൽ? ഓക്കെ. അപ്പോൾ അതാണ് വാറണ്ടിയുടെ ഗുണം. 2,28,000 രൂപ ഓൺ റോഡ് പ്രൈസാണ്. RS അടക്കം വരുന്ന ഓൺ റോഡ് പ്രൈസാണ് ഇതിന് വരുന്നത്. അഡീഷണൽ
ഈ ആക്സസറീസ് ഒന്നുമില്ലാണ്ട് അല്ല ആക്സസറീസ് ഇല്ല നമുക്കിപ്പോൾ ഈ ക്രാഷ് കാർഡ് സം കാർഡൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് അതൊക്കെ കസ്റ്റമേഴ്സിന്റെ നീഡ്സിനെ വെക്കുന്നതാണ്. അപ്പോൾ അതില്ലാണ്ടുള്ള പ്രൈസ് ആണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ നോർമലി വണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ആ വൈസറും ആ ഒരു ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര കോസ്റ്റ് വരും? അതുപോലെ ഏകദേശം ഒരു 10K അടുത്ത് വരും. 10,000 ആണെന്നുണ്ടെങ്കിൽ ബാക്ക് റെസ്റ്റ്, വൈസർ, പിന്നെ അതുപോലെ സം കാർഡ്, ക്രാഷ് കാർഡ് എല്ലാം കൂടി. ക്രാഷ് കാർഡ് എല്ലാം കൂടി. ഓക്കെ, എഞ്ചിന്റെ ആ കാർഡും എല്ലാം നമുക്ക് നല്ലതാണല്ലേ? കാരണം എന്താ വെച്ചാൽ ഒന്നാമത് മഴയാണ്, മഴയാണ്, ഇഷ്യൂ വരും, ചളി അടിയിൽ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരു 100 പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മുടെ എഞ്ചിൻ കേസ് വരുന്നത് ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ മറ്റുള്ള വണ്ടി നോക്കുകയാണെങ്കിൽ വൈറ്റ് കളർ ആകുമ്പോൾ ആ ഒരു പൂപ്പൽ പോലെ ഒരു പ്രശ്നം വരാറുണ്ട്. പിന്നെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് വാഷ് ചെയ്ത് അതേ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും വണ്ടി. ഓക്കെ, കളേഴ്സ് നമുക്ക് ഏകദേശം 5 കളേഴ്സ് അവൈലബിൾ ആണ്. 5 കളേഴ്സ് ഉണ്ടല്ലേ? ലണ്ടൻ റെഡ് ആണ്. ടോട്ടൽ 5 കളേഴ്സ് അവൈലബിൾ ആണ്. കൂടുതൽ ഏതാ മൂവി? നമുക്ക് ഒന്നുകൊണ്ട് റെബൽ ബ്ലൂ പോകുന്നുണ്ട് കൂടുതലും, പിന്നെ ലണ്ടൻ റെഡ്. നിങ്ങളുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇപ്പോൾ ഈ കളറാ? നമ്മുടെ എല്ലാ വണ്ടി സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ആരെങ്കിലും ബുക്കിംഗ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് മാസം നിങ്ങൾ ഡെയിലി മാറ്റി വെച്ചാൽ 5000 രൂപ ഒരു മാസം ഡൗൺ പേയ്മെന്റ് കണ്ടാൽ ഈ ഒരു വണ്ടി എടുത്തു കൊണ്ടുപോകാം. അത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഐ മീൻ എൻഫീൽഡിന്റെ വണ്ടിക്കുള്ളത് പറഞ്ഞത് അത് വെയിറ്റ് കൂടുതലാണ്, ഹൈറ്റിന്റെ പ്രശ്നം. ഈ ഒരു വണ്ടിക്ക് അതൊന്നുമില്ല. ഇത് ഓടിക്കുന്ന ഒരു ഫീൽ, അതായത് ഇത്രയും വലിയൊരു CC എഞ്ചിനാണ് ഓടിക്കുന്ന ഫീൽ കിട്ടില്ല അല്ലേ? ഓക്കെ, പൊതുവെ ഇതിന്റെ മൈലേജ് എങ്ങനെയാണ്? 100ന്റെ മൈലേജ് നമുക്കൊരു 35 കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സർവീസ് കാര്യങ്ങൾ 35 എന്തായാലും. ഫസ്റ്റ് സർവീസ് ഒക്കെ എത്ര വരും? സർവീസ് നമുക്ക് ഫസ്റ്റ് സർവീസ് 500 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് വരിക. പിന്നെ നമുക്ക് 5000, 10K അങ്ങനെ കൂടുതലാണ് വരിക. എത്ര കോസ്റ്റ് വരും നോർമൽ സർവീസിന്? 5000-ന്റെ 10K-ന്റെ ഒക്കെ നമുക്കൊരു എത്ര സർവീസ് ഫ്രീ കൊടുക്കുന്നത്? 4 സർവീസ് നമുക്ക് ഫ്രീ ആണ്. ഫസ്റ്റ് സർവീസും തേർഡ് സർവീസും ഓയിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഫിൽറ്ററിന്റെ ഒരു എമൗണ്ട് വരും, ഏകദേശം ഒരു 2 എമൗണ്ട് വരും. 500 കിലോമീറ്ററിൽ ഓയിൽ സർവീസ് വരും. ഫസ്റ്റ് സർവീസിലും വരും, തേർഡ് സർവീസിലും വരും. ഫസ്റ്റ് സർവീസ് നമ്മൾ ജസ്റ്റ് ടോപ്പ് അപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു എമൗണ്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ വാഷിംഗ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്കപ്പ് ഒക്കെ നമുക്ക് ഫ്രീ ആണ്. ഓക്കെ, അതിന് മൊത്തത്തിൽ ഏകദേശം എത്ര വരും അറിയാമോ? മൊത്തത്തിൽ ഒരു 2 അത്രേ വരുന്നുള്ളൂ. ഓക്കെ, എന്തായാലും 100 വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. അടുത്തൊരു മോഡൽ പരിചയപ്പെടാം. ഇതാ അടുത്ത മോഡൽ റോയൽ എൻഫീൽഡ് സ്ക്രാം 440. പഴയ ഹിമാലയനെ മിസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ? പുതിയ ഹിമാലയൻ ഫുൾ ഷേപ്പ് മാറി എല്ലാം പുതിയ ലുക്കിൽ ഇറങ്ങി. അപ്പോൾ പഴയ ഹിമാലയനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ തൽക്കാലം ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 440 ആണ്. ഇതിൻ്റെ 411 നമുക്ക് 2 CC അവൈലബിൾ ആണ്. ഒന്ന് 440, ഒന്ന് 411. ഓക്കെ, നമുക്ക് രണ്ടും ഇപ്പോൾ കറന്റ് അവൈലബിൾ ആണ്, സ്റ്റോക്ക് ഉണ്ട്. 440 നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലി ഒരു 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. അതാണ് സ്ക്രാമിൽ ഒരു ഇതായി നിൽക്കുന്നത്. 5 കളർ. ഇത് ട്രയൽ ഗ്രീൻ ആണ്. അതായത് നമുക്കൊരു 4 കളേഴ്സ് ഉണ്ട്. 4 കളേഴ്സ്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് വീൽ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്പോക്ക് വീലും അലോയ് വീൽസും വരുന്നുണ്ട്. ഓക്കെ, സ്പോക്ക് വീലിന് എത്ര ഓൺ റോഡ് വരുന്നുണ്ട് ഇപ്പോൾ? 2,63,000 രൂപ സ്പോക്ക് വീലിന് വരുന്നുണ്ട്. അലോയ്സ് ആകുമ്പോൾ 293. അതാണ് പ്രൈസ് റേഞ്ച്. നമ്മൾ 7 വർഷത്തെ വാറണ്ടി വിത്ത് RSA. 7 വർഷമുണ്ട്. 7 വർഷം. ഓക്കെ, 7 വർഷം വാറണ്ടി നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് 7 വർഷം കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ഇതിൽ എയർ കൂൾഡ് അല്ലേ വരിക? എയർ കൂൾഡ് ആണ്. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നത് LED ആണ്. അതുപോലെ എഞ്ചിൻ കേസ് വരുന്നത് ബ്ലാക്ക് കളറാണ്. ഓക്കെ, ഇപ്പോൾ ഈ വർഷം പുതിയ മാറ്റം വന്നിട്ടുണ്ടോ? ഇതല്ലാതെ ഇല്ല, നോർമൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഓഫ് റോഡ് ലുക്കിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും ഈ ഒരു വാഹനം? നമുക്ക് ഇത് തന്നെ 5 രൂപയ്ക്ക് നമുക്ക് 5000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഇതിന്റെ ഒരു സർവീസ് കോസ്റ്റ് 100 ആയിട്ട് നോക്കുമ്പോൾ എത്ര വ്യത്യാസം? കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കൂടും. പണ്ടൊരു 1,700 വരുന്നുണ്ടെങ്കിൽ ഒരു 2,500 വരും. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് നമുക്ക് സർവീസ് ഒക്കെ ഈക്വൽ ആണ്. റോയൽ എൻഫീൽഡ് ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ടോട്ടൽ 4 സർവീസ് ഫ്രീ ആണ്. അതിൽ ഫസ്റ്റും തേർഡിലും മാത്രം നമുക്ക് ഒരു ഓയിൽ ചാർജിന്റെ പ്രൈസ് വരുന്നുണ്ട്. പാക്കേജ് ഒക്കെ എല്ലാ വണ്ടിക്കും സെയിം ആണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത മോഡലിലേക്ക്. അങ്ങനെ അടുത്ത മോഡലിലെത്തി. ഹിമാലയൻ്റെ ഏറ്റവും ന്യൂ ഷേപ്പ് വാഹനമാണ്. ഒരു അഡ്വഞ്ചർ ടൂറർ എന്നൊക്കെ വിളിക്കാൻ പറ്റും അല്ലേ? ഡിസൈൻ അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇതിൻ്റെയൊക്കെ? ഡീറ്റെയിൽ വരുമ്പോൾ ഇപ്പോൾ മെയിനായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ആയിരുന്നു ആ പഴയ ലുക്ക് അങ്ങോട്ട് പോയി എന്നുള്ളത്. അത് രക്ഷയില്ല. നമ്മൾ നേരത്തെ സ്ക്രാമിൽ പറഞ്ഞു തൽക്കാലം ലുക്ക് അതെടുക്കണം. പക്ഷേ സ്പെക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് മെയിനായിട്ട് നമുക്കറിയാം ഹിമാലയൻ പറയുന്നത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ലിക്വിഡ് കൂൾഡ് ആണ്. അപ്പോൾ ആ ഹീറ്റിംഗ് ഇഷ്യൂ നല്ല കുറയും വണ്ടി. ഒന്നാമത്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് വരുന്നത് LED ആണ് ഹെഡ്ലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ടാങ്കിന്റെ ഫ്യൂൽ കപ്പാസിറ്റി 2 ലിറ്റർ കൂട്ടിയിട്ടുണ്ട്. പഴയത് 15 ആയിരുന്നു, 17 ആക്കിയിട്ടുണ്ട്. 17 ആക്കി അല്ലേ? അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 1 സെന്റിമീറ്റർ അതിനും ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ റൈഡ് ബൈ വയർ ആണ് മെയിനായിട്ട് പറയാനുള്ളതാണ്. റൈഡ് ബൈ വയർ ആണ് ആക്സിലേറ്റർ വരുന്നത്. പഴയ പോലെ ആക്സിലേറ്റർ കേബിളിലോ കാര്യങ്ങളിലല്ല പോണത്, സെൻസറാണ്. ഇതാണ് പോണത്.
കൊടുക്കുമ്പോൾ കറക്റ്റ് കിട്ടും. ടോട്ടൽ പക്കയാണ്, നമുക്ക് മേടിക്കാനില്ല. ഓക്കെ. പിന്നെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്, 5 കളേഴ്സ് ടോട്ടലി അവൈലബിൾ ആണ് ഇതിലല്ല. ഓക്കെ. ഇത് നമുക്ക് കാസാ ബ്രൗൺ എന്ന് പറഞ്ഞ കളറാണ്. കാസാ ബ്രൗൺ അത്യാവശ്യം റണ്ണിങ് കളർ കളറാണ്. ഓക്കെ. പക്ഷേ ഈ ഒരു ലുക്ക് എന്ന് വെച്ചാൽ ഇതൊരു ആട്ടാ ലുക്കാ. പഴയ വണ്ടിയിലെക്കാട്ട് കുറച്ച് മൊത്തത്തിൽ വലുപ്പം തോന്നിക്കുന്ന വണ്ടിയാണ്. അതായത് സ്ക്രാമിലേക്ക് അത് എടുത്തിട്ടു, ഇതൊരു വെറൈറ്റി ലുക്കിൽ ഇറക്കി. വെറൈറ്റി ലുക്കിലേക്ക് ഇറക്കി, അത് തന്നെയാണ് സത്യം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ ഓൺ റോഡൊക്കെ വരുന്നത്? നമുക്കൊരു 365 370 ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ നമുക്കൊരു 30 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും. 30,000 കണ്ടാൽ ഈ ഒരു വാഹനം ഇറക്കാൻ പറ്റും. 365 ഓൺ റോഡ് വരുന്നത്. പിന്നെ ഇതിന് പറ്റാൻ ബ്രേക്ക് ഷോ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഓഫ് റോഡ് വണ്ടിയല്ലേ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് എങ്ങനെ വരും? സർവീസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി എൻഫീൽഡ് വണ്ടിയിൽ ഏറ്റവും കൂടുതൽ സർവീസ് കോസ്റ്റ് വരുന്നത് ഹിമാലയനാണ്. ഇന്റർസെപ്റ്റർ ഒന്നുമല്ല. ഇന്റർസെപ്റ്ററിനേക്കാളും ഞാൻ പറയുന്നത് ഒന്നുകൂടി ബെറ്റർ വരുന്നതാവും ഇതിനാണ്. ഓക്കെ. മേച്ചടക്കാനുള്ള ചിലവ് അല്ലേ? പക്ഷെ എന്നാലും നമുക്ക് എൻഫീൽഡിന് എല്ലാ വണ്ടിക്കും നമുക്ക് സർവീസൊക്കെ ഫ്രീ സർവീസ് ആണൊക്കെ പ്രോപ്പർ കറക്റ്റ് മറ്റേ നോർമൽ തന്നെയാണ് എല്ലാവരുടെയും. അതായത് 4 സർവീസാണ് ഫ്രീ എല്ലാ വണ്ടിക്കും വരുന്നത്. സെയിം ആണ് വരുന്നത്. ഓയിൽ ചേഞ്ചിൻ്റെയാണ് മെയിനായിട്ട് പ്രൈസ് വരുന്നുള്ളൂ. ഇതിനിപ്പോൾ വാറണ്ടി RSA ഇതൊക്കെ എത്ര വരുന്നുണ്ട്? 7 വർഷം. 7 വർഷം. 7 വർഷത്തെ വാറണ്ടി. അതായത് 7 വർഷത്തെ വാറണ്ടി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം RSA കൂടി അവൈലബിൾ ആണ്. റോഡ് സൈഡ് അസിസ്റ്റൻസ് അവൈലബിൾ ആണ്. ഓക്കെ. അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്തതാ ബുള്ളറ്റ് ക്ലാസിക് അല്ലേ? അതെ. ഓക്കെ. ഇത് എങ്ങനെ വരുന്നത് ഓൺ റോഡ്? ഇത് ക്ലാസിക് 350 ആണ്. സ്റ്റെൽത്ത് ബ്ലാക്ക് ആണ് കളറാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 2 വീൽസും അലോയ് വീൽസ് ആണ്. പിന്നെ ഹെഡ്ലൈറ്റ് മാത്രമല്ല എല്ലാ ലൈറ്റ്സും LED ലൈറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് നോക്കിയാലൊക്കെ LEDs ആണ് വരുന്നത്. ഓക്കെ. പിന്നെ ഏകദേശം ഒരു 13 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി ഉണ്ട്. 13 ലിറ്റർ. ഈ ഒരു കളറിൽ മാത്രമാണോ അലോയ്സ് വരുന്നത്? അല്ല, നമുക്കൊരു കളർ കൊണ്ട് വരുന്നുണ്ട്. ഒരു ഗൺ മെറ്റലിന്റെ ആണ് കളറുണ്ട്, അലോയ് ആണ് വരുന്നത്. ഈ സ്റ്റെൽത്ത് ബ്ലാക്കും ആ ഒരു ഗ്രേയും ആണ് അലോയ് വീൽസ് വരുന്നത്. ഓക്കെ. അപ്പോൾ കളർ മാറുന്ന പ്രൈസ് റേഞ്ചിൽ മാറ്റമുണ്ട്. ഇത് നമുക്ക് ക്ലാസിക് 255 വണ്ടി ഏറ്റവും കുറഞ്ഞ നമുക്ക് എടുക്കാൻ പറ്റും. ഓൺ റോഡ് അല്ലേ? ഓൺ റോഡ് എടുക്കാൻ 2,55,000. പക്ഷേ ഇതിന് വരുമ്പോൾ സ്റ്റെൽത്ത് ബ്ലാക്കും പിന്നെ ഈ ഒരു വണ്ടിയൊക്കെ വരുമ്പോൾ 295 സംതിങ് ഈ കളറിലേക്ക് എത്തുമ്പോൾ. കാരണം അതിനുള്ള സ്പെക്ക് വണ്ടിക്ക് ഉണ്ട്. ഡബിൾ ഡിസ്ക് ആണ്, അലോയ് വീൽസ് ആണ്, പിന്നെ LED ലൈറ്റ്സിന്റെ കാര്യങ്ങളുണ്ട്. ഓക്കെ. 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 അപ്പോൾ ഇതിനും വാറണ്ടി 7 ഇയർ. നമുക്ക് 7 ഇയർ. ഓക്കെ. ഓക്കെ. അപ്പോൾ അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്ത മോഡൽ മെറ്റിയോർ ആണ്. മെറ്റിയോർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ളത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേരിയൻസ് ഉള്ള വണ്ടിയാണ്. വേരിയൻസ് ഏറ്റവും കൂടുതൽ വരുന്ന വാഹനമാണ്. ഇതിപ്പോൾ ഏതാ വേരിയന്റ് വരുന്നത്? ഇത് ഫയർബോൾ ബ്ലാക്ക് ആണ്. ഓക്കെ. 2 ഡബിൾ ഡിസ്ക് ആണ് വരിക. പിന്നെ വീൽസ് അലോയ് ആണ്. ഓക്കെ. അലോയ് വീൽസ് ആണ് വരിക. ഇതിനെത്ര സ്റ്റാർട്ടിങ് ഓൺ റോഡ് വരുന്നത്? 251. 2,51,000 ആണ്. 7 വർഷം വാറണ്ടിയും RS എല്ലാം കൂടിയിട്ട് 251 നമുക്ക് ഇറക്കാം. 251 ഇറക്കാം. ഇതിന്റെ ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പോൾ എത്ര വരുമ്പോൾ സൂപ്പർനോവ എത്തും. സൂപ്പർനോവ ബ്ലൂ റെഡ്. ഓക്കെ. അതിനാകുമ്പോൾ നമുക്കൊരു 3,05,000 രൂപയാണ് അതിന് വരുന്നത്. കാര്യമായിട്ടുള്ള മാറ്റം വരുന്നത് സൂപ്പർനോവയിലേക്ക് പോകുമ്പോൾ അതാകുമ്പോൾ നമുക്ക് ബാക്ക് റെസ്റ്റും അതുപോലെ തന്നെ വൈസറൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. 1 ലാഖിന്റെ വ്യത്യാസം വരും. ഓക്കെ. 2 ഓൺ റോഡ്. എല്ലാത്തിനും 7 വർഷം വാറണ്ടി. 7 വർഷം വാറണ്ടി ഉണ്ട്. ഏകദേശം ഒരു 35 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും? 5,000 രൂപയ്ക്ക് നമുക്ക് ഇറക്കാൻ പറ്റും. 5,000-ന് ഇത് ഇറക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ കൂടിയത് മറ്റേ ഹിമാലയൻ മാത്രമല്ല, കൂടുതൽ വരുന്നത് കുറച്ച് ഡൗൺ പേയ്മെന്റ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഇതല്ലാതെ കുറച്ച് മോഡൽസ് ഉണ്ടല്ലോ, കുറച്ച് അതിൻ്റെയൊക്കെ ഒന്ന് പ്രൈസ് ഒക്കെ ഒന്ന് പറഞ്ഞു. ഓൺ റോഡ് പിന്നെ ഇന്റർസെപ്റ്റർ ഉണ്ട്, അതുപോലെ ഷോർട്ട് ഗൺ ഉണ്ട്. ഇന്റർസെപ്റ്റർ 4,07,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഉണ്ട്. 4,700 എടുക്കാം. ഓക്കെ. ഷോർട്ട് ഗൺ ആകുമ്പോൾ ഒരു 470 വരും, റേഞ്ച് വരും. 470 ഷോർട്ട് ഗണ്ണിന് 470 വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ വണ്ടി ഇവിടെ? സ്റ്റോക്ക് ഉണ്ട്. കറന്റ് എൻഫീൽഡിന് എല്ലാ വണ്ടിയും ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. വന്നു കഴിഞ്ഞാൽ അല്ലെ വീട്ടിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീട്ടിലെത്തിച്ചേരും. ഓക്കെ. ഇനി നമുക്ക് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇനി ആക്സസറീസ് ഗിയേഴ്സ് ഇതൊക്കെ പരിചയപ്പെടുത്താനാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്താ പേര്? നിതിൻ. ആക്സസറീസ്, അതായത് നമ്മളെ GMA എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അതായത് ജെനുവിൻ മോട്ടോർ സൈക്കിൾ ആക്സസറീസ്. ഓക്കെ. സെയിം നമുക്ക് അപ്പാരൽസും ഉണ്ട്, അതായത് റൈഡിംഗ് ഗിയേഴ്സ്. രണ്ട് വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കും വണ്ടിക്കും എല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ GMA ആണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ക്രാഷ് കാർഡ്സ് അറിയാലോ, ക്രാഷ് കാർഡ്സ് ഉണ്ടാവും. പിന്നെ എഞ്ചിൻ്റെ അടിയിൽ പ്രൊട്ടക്ഷൻ വരുന്നത് സം ഗാർഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പല ആക്സസറീസും വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ സെക്ഷനിൽ നോക്കിയാൽ തന്നെ കാണാം, നമുക്ക് ഫുഡ് പെക്സ് വരുന്നുണ്ട്, ടൂറിംഗ് ഫുഡ് പെക്സ്, ടൂറിംഗ് സീറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ലോങ് റൈഡും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് കംഫർട്ടബിൾ ആക്കാൻ പറ്റും. നമ്മൾ നോർമലുള്ള സീറ്റിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള സീറ്റ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അത് ഉണ്ടാവുക. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ബെഞ്ച് സീറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ 100-നൊക്കെ ആണെങ്കിൽ നമുക്ക് ബെഞ്ച് സീറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി വണ്ടിയുടെ ലുക്കേ മാറുന്നുണ്ട്. നമുക്കൊരു ബൈക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് LED ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ് കംപ്ലീറ്റ്ലി അപ്രൂവ്ഡ് ആണ്, RTO. നമുക്ക് ഈ സാധനങ്ങളൊക്കെ മെയിനായിട്ട് നമ്മൾ റോഡിൽ
നോർമലി യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ ലീഗൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ഈ സാധനം നമുക്ക് ഫിറ്റ് ചെയ്യാം, പക്ഷെ അത് ഹൈവേസിൽ ഓടിക്കുമ്പോൾ കവർ ചെയ്ത് വെക്കണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോർമലി ഹൈവേസിൽ നമുക്ക് കവർ ചെയ്യാം. നമ്മളിപ്പോൾ ഗട്ട് റോഡിൽ മൗണ്ടൻസിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം. റോയൽ എൻഫീൽഡിന് ഒറിജിനൽ ആക്സസറിയാണ്, 3 year വാറണ്ടി വരുന്നുണ്ട്. നമുക്ക് നോർമൽ ആക്സസറീസിന് എല്ലാവരും 3 year വാറണ്ടി കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും ഗിയേഴ്സിലോട്ടോ അല്ലേ? ഓ ഷുവർ. ഇനി റൈഡിങ് ഗിയേഴ്സ്, അതായത് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഏറ്റവും സേഫ്റ്റിയിൽ എപ്പോഴും ഓടിക്കാവും അല്ലേ? പ്രത്യേകിച്ച് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ എന്തായാലും ആ ലോങ് റൈഡിൽ നിങ്ങൾ എന്തായാലും സേഫ്റ്റി എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഹെൽമെറ്റ്. റൈഡിങ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു 4 lakh അല്ലെങ്കിൽ 2 lakh ആ ഒരു ടൈപ്പിനുള്ളിലുള്ള വണ്ടികളാണ് നമ്മൾ റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇത്രയും കാശ് കൊടുത്തിട്ട് നമ്മളൊരു ബൈക്ക് വാങ്ങിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മളൊരു ഹെൽമെറ്റ്. നമ്മൾ ഓൾറെഡി ഇത് ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു ബേസിക് ആയിട്ടുള്ള ISI സ്റ്റാൻഡേർഡുള്ള ഹെൽമെറ്റിനാണ്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ISIന്റെ ഹെൽമെറ്റ് ആണെങ്കിൽ നമുക്ക് മുഖം ഓപ്പൺ ആണ്. നമ്മൾ ഒരിക്കലും മുഖം കംപ്ലീറ്റ്ലി സേഫ് ആവില്ല. നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഫുൾ ഫേസ് ഹെൽമെറ്റിൽ തന്നെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന മോഡലുണ്ട്. അതുപോലെ വേറെയും കുറെ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഉണ്ട്. നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിന് നമ്മളത് എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാരണം ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം കംപ്ലീറ്റ്ലി കവറാണ്. ഇപ്പം നമ്മൾ അറിയാലോ, ഒരു വണ്ടി വീണ് കഴിഞ്ഞാൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ മുഖമൊക്കെ അടിച്ച് ചുണ്ടൊക്കെ പൊട്ടി എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് അത് സംഭവിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവും. കാരണം നമ്മളൊരു ഫുൾ ഫേസ് ഇട്ടിട്ട് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹെൽമെറ്റ് പിന്നെ ഊരി കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് എത്രത്തോളം സ്ക്രാച്ചസ് അതിന്റെ മുകളിൽ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വരേണ്ട ഒരു സ്ക്രാച്ചസ് ആയിരിക്കും. ഇപ്പോൾ ഓപ്പൺ ഫേസ് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് കൂടുതൽ സെല്ലിംഗ് ഉള്ളത് ഓപ്പൺ ഫേസ് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ചെറിയ റൈഡ് കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൂടുതൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ശബ്ദത്തിൽ ഓടിക്കാൻ ഓപ്പൺ ഫേസ് ആണ് കുറച്ചും കൂടി ബെറ്റർ ആവുക. നമുക്ക് കുറേ കളക്ഷൻസ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഹെൽമെറ്റിനൊക്കെ വരുന്നത് 1950 രൂപയാണ്. അതിൽ ISI സർട്ടിഫിക്കേഷൻ ഉണ്ട്, DOT സർട്ടിഫിക്കേഷൻ ഉണ്ട്. ISI എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ആണ്. DOT എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഒരു അമേരിക്കൻ സർട്ടിഫിക്കേഷൻ ആണ്. അത് നമുക്ക് ഷെല്ലിന് നല്ല കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവും. ബെറ്റർ നമ്മളിപ്പോൾ കൊടുക്കണ ഫ്രീ ഓഫ് കോസ്റ്റ് ഹെൽമെറ്റിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ഉണ്ടാവും നമ്മുടെ ഷെല്ലിന് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് കുറേ കളക്ഷൻസ് റൈഡിങ് ജാക്കറ്റ് വരുന്നുണ്ട്. റൈഡിങ് ജാക്കറ്റിൽ ഇപ്പോൾ നമുക്ക് ബേസിക്കലി ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ ഒരു 4000 ഒക്കെയാണ് വരുന്നത്. കാരണം ചിലത് പലപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും. റൈഡിങ് ജാക്കറ്റ്സ് ഹെൽമെറ്റിന് പൊതുവെ കുറവാണ്, പക്ഷേ റൈഡിങ് ജാക്കറ്റ്സ് നിങ്ങളുടെ സാധനങ്ങൾ കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു അറൗണ്ട് ഒരു 4000 റേഞ്ചിൽ നമുക്കൊരു ഷോൾഡറിൽ അതുപോലെ തന്നെ നീസിൽ ബാക്കിലെല്ലാം പാഡിങ്സ് ഉള്ള ലെവൽ 2 പാഡിങ്സ് ഉള്ള ജാക്കറ്റിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ കണ്ടീഷനിലും യൂസ് ചെയ്യാം. ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്വാളിറ്റി കൂടുക, അതായത് ഉള്ളിൽ തെർമൽ ലൈനർ പ്ലസ് റെയിൽ ലെയർ ഒക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 9,000 to 10,000 റേഞ്ചിലും വരുന്നുണ്ട്. അതിനും എല്ലാം പാഡിങ്സ് വരുന്നതാണ് മൊത്തത്തിൽ. ഓക്കെ, പിന്നെ കൂടുതൽ ആൾക്കാരും വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ ജാക്കറ്റിന് കൂടെ റെയിൻ കോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു 9,000 റേഞ്ചിൽ വരുന്ന ജാക്കറ്റിന്റെ കൂടെയൊക്കെ റെയിൻ കോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അതിനോട് ഫ്രീ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ജാക്കറ്റുള്ള റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് കോസ്റ്റിലാണ്, ഒരു 20K അങ്ങനെയൊക്കെ പ്രൈസിങ് വരും. 20,000. നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള റൈഡിങ് ആക്സസറീസ് ആണ് നമ്മളിപ്പോൾ കീപ്പ് ചെയ്തത്. പക്ഷേ ഓർഡർ എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ പോസ്റ്റേഴ്സിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ 4,500 പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു വാളറ്റ് സെറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാളറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ലെതറിന്റെ ഒരു വാളറ്റ്, ഒരു കീ ചെയിൻ, ഒരു കാർഡ് ഹോൾഡർ. ഓക്കെ, പിന്നെ ഒരു 8,999 അതായത് 9,000 പർച്ചേസിന് നമുക്കൊരു 5,000 റുപ്പീസിന്റെ ഒരു ഡബിൾ ബാഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡബിൾ ബാഗ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമുക്കൊരു റൈഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബാക്കിൽ പാക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലുള്ള ഒരു ബാഗാണ്. പിന്നെ നമുക്ക് 19,000 പർച്ചേസ് ആണെങ്കിൽ നമുക്കൊരു ട്രോളി ബാഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ട്രോളി. ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ബെറ്റർ. ഇപ്പോൾ ഒരു ജാക്കറ്റ്, ഒരു ഗ്ലൗസ്, അതുപോലെ തന്നെ ഒരു ഹെൽമെറ്റ്, ഒരു റൈഡിങ് ഫാൻ്റെ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു കോസ്റ്റ് ആവും. 20 രൂപയ്ക്കുള്ള കോസ്റ്റ് ആവും. അപ്പോൾ അവർക്ക് എന്തായാലും നമുക്കൊരു ട്രോളി ബാഗ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയാണ് ആക്സസറീസും ഗിയേഴ്സിനെ പറ്റി പറയാനുള്ളത് അല്ലേ? എന്തായാലും വണ്ടി കൊണ്ടുപോയാൽ മാത്രം പോരാ. അപ്പോൾ സർവീസിനെ പറ്റി നമ്മൾ അറിയണം അല്ലേ? സർവീസ് മാനേജറാണ് നമ്മുടെ കൂടെ. എന്താ പേര്? ജിഷ്ണുരാജ്. സ്വാഗതം. അപ്പോൾ ഇപ്പൊ മഴക്കാലല്ലേ മൊത്തത്തിൽ? അതെ. അപ്പോൾ എന്താണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ 2 വീലറായാലും അതുപോലെ 4 വീലറായാലും നമുക്ക് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് 2 വീലറിൽ മേജറായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. ഒന്ന് വണ്ടിയുടെ ഡ്രൈവ് ചെയിൻ, പിന്നെ അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ, ഒബ്വിയസ്ലി നമ്മുടെ 2 ബ്രേക്ക് പാഡ്. ഇതാണ് നമ്മൾ മേജറായിട്ട് ചെക്ക് ചെയ്യേണ്ട 3 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ജനറൽ ചെക്കപ്പിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു കോസ്റ്റ് വരുന്നത് പറയുകയാണെങ്കിൽ ഒരു 900 റുപ്പീസാണ് നമുക്ക് മൊത്തം വണ്ടി ചെക്ക് ചെയ്യാനായിട്ട് വരുന്നത്. മൊത്തം ചെക്ക് ചെയ്യാനായിട്ട് ഒരു 900 റുപ്പീസ് നമുക്ക് വരുന്നുള്ളൂ. അതിൽ ഈ പറഞ്ഞ പോലെ ബ്രേക്കിൻ്റെ ആ ഒരു കണ്ടീഷൻസും ടയർ
ടയറിൻ്റെ കണ്ടീഷൻസ് നമുക്ക് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോരാതെ ആ ബ്രേക്ക് പേഡിൽ എന്തെങ്കിലും നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ ടയറിന് എന്തെങ്കിലും ഒരു അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണം, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അഡീഷണൽ ഒരു കോസ്റ്റ് വരുന്നുള്ളൂ. അത് അത്ര ഹൈലി കോസ്റ്റ് അല്ല. നമുക്കൊരു ബ്രേക്ക് പേഡ് മാറണമെങ്കിൽ ഒരു 500-300 റുപ്പീസിനുള്ളിൽ നമുക്ക് ഒരു ബ്രേക്ക് പേഡ് മാറാം. അതുപോലെ വീലിൻ്റെ അലൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 600 റുപ്പീസിനുള്ളിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം ഡ്രൈവ് ചെയ്യാൻ, നമ്മുടെ വണ്ടികളിൽ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് ലൂബ് ചെയ്യണമെങ്കിൽ ഒരു 160 റുപ്പീസ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 160 രൂപയ്ക്ക് ലൂബ് ചെയ്യാനും പറ്റും. ഈ ഒരു 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ആൾക്കാരത്. പിന്നെ മൊത്തത്തിൽ സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്നാലും കറക്റ്റ് നിങ്ങളുടെ കിട്ടുമല്ലോ. അതെ, വണ്ടിക്ക് ഏകദേശം ഒരു ജനറൽ ചെക്കപ്പ് നമുക്ക് എങ്ങനെ ഒരു ഓയിൽ അടക്കം ഒരു വണ്ടിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2000 റുപ്പീസിനുള്ളിൽ നമുക്ക് ഈ പറഞ്ഞ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓയിലും അതുപോലെ തന്നെ നമുക്ക് ജനറൽ ചെക്കപ്പ് ചെയ്യാം. ഇനി അതിൽ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് നമുക്കൊരു AMC എന്ന് പറഞ്ഞൊരു പാക്കേജും കൂടി ഉണ്ട്. അതെടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് നമുക്കൊരു അഡീഷണൽ ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്ക് ഡിസ്കൗണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവരുടെ സർവീസ് ബേ ആണ് ഇത്. ഒരുപാടുണ്ടല്ലോ, ഒരുപാട് വണ്ടികൾ വെക്കാൻ പറ്റും. അതെ. നമുക്ക് ഒരു 14 ബേ ഉണ്ട്. നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഒരു 14 വണ്ടി നമുക്ക് റാമ്പിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സർവീസിൻ്റെ കാര്യങ്ങൾ തൽക്കാലം അത്രയേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഇവർ വാഹനം ഡെലിവറി ചെയ്ത് തരും. ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും ഡെലിവറി ചെയ്ത് തരും. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ ഇതാ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുവരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.